Today we are going to discuss a new chapter, capital gain. As we know that for calculation of GTI, we have to calculate 5 heads. That is income from salary, income from house property, profit and gain from business or profession, capital gain, and last one is income from other source. The fourth head is capital gain. Okay, let's go to what is capital gain. Capital gain. Capital gain or loss is the gain or loss which is computed on the transfer of a capital asset which is chargeable to tax. ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിനെയോ അല്ലെങ്കിൽ ലോസിനെയോ ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അഥവാ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ്. ഇത് ടാക്സിൽ ചാർജബിൾ ആണ്. Okay, next one is capital asset. What is capital asset? As per section 2, subsection 14, capital asset means property of any kind held by an assessee, whether connected with his business, profession or not. It may be movable, immovable, tangible or intangible, fixed or floating. It includes land and building, plant and machinery, furniture, investment, goodwill, leasehold rights, shares, jewelry, etc. ഓക്കെ, ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി ഹോൾഡ് ചെയ്തിരിക്കുന്ന, അതായത് ബിസിനസ് ആവശ്യത്തിനോ പ്രൊഫഷൻ ആവശ്യത്തിനോ അല്ലാണ്ടെയോ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ആവാം. ക്യാപിറ്റൽ അസറ്റ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവാം, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് ആവാം, ഗുഡ്വില്, ലീസ് ഹോൾഡ് റൈറ്റ്സ്, ഷെയർസ്, ജ്വല്ലറി എക്സെട്ര. ഇതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ക്വസ്റ്റ്യന് നമുക്ക് തരുമ്പോൾ ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി എന്ന് അവർ പറയും, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയും. അപ്പം അത് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് മാത്രം മനസ്സിലാക്കി അതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ അസറ്റ്. Capital gain is charged on the sale of capital asset as specified under the Act. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ക്യാപിറ്റൽ അസറ്റിന്റെ സെയിലിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിലോ നമുക്ക് കിട്ടുന്ന ഗെയിനെയോ അല്ലെങ്കിൽ ലോസിനെയോ ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ അഥവാ ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് റെഫേഴ്സ് ടു എനി പ്രോപ്പർട്ടി എക്സ്ക്ലൂഡിംഗ് ദ ഫോളോയിങ് സ്പെസിഫൈഡ് അസറ്റ്. അതായത് ഇവിടെ എക്സംഷൻസ് ആണ് പറയുന്നത്. ഈ പറയുന്ന അസറ്റുകൾ എന്താക്കി എടുക്കില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ എടുക്കില്ലെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗുഡ്സ് ലൈക്ക് എനി സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, റോ മെറ്റീരിയൽ ഹെൽഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ്സോ പ്രൊഫഷൻ. ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റോ മെറ്റീരിയൽ, കൺസ്യൂമർ സ്റ്റോഴ്സുകൾ, സ്റ്റോക്ക് ഇൻ ട്രേഡുകൾ, ഇതൊക്കെ അതായത് കൊമേഴ്ഷ്യൽ ഗുഡ്സുകൾ ഒന്നും എന്താക്കി കണക്കാക്കില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കില്ല. പിന്നെ മൂവബിൾ പ്രോപ്പർട്ടീസ് സച്ച് ആസ് കാർ, റെഫ്രിജറേറ്റർ, ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഫോർ പേഴ്സണൽ യൂസ്. However, jewelry is considered to be capital asset. ഇലക്ട്രിക്കൽ അപ്ലയൻസുകൾ, ഓക്കെ, അതുപോലെ തന്നെ റെഫ്രിജറേറ്റേഴ്സ് നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ അസറ്റിൽ മൂവബിൾ, ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഒക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പേഴ്സണലി യൂസ് ചെയ്യുന്ന കാറ്, റെഫ്രിജറേറ്റേഴ്സ് ഒന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് അവരുടെ സെയിലൊന്നും എന്താണ് ക്യാപിറ്റൽ അസറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷെ ജ്വല്ലറി പേഴ്സണൽ യൂസിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ജ്വല്ലറി എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ, ഇന്ത്യയിലെ റൂറൽ ഏരിയകളിൽ ഉള്ള അഗ്രികൾച്ചറൽ ലാൻഡുകൾ എന്താക്കിയെടുക്കില്ല, നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കില്ല. പിന്നെ ഗോൾഡ് ബോണ്ട്സ് ആൻഡ് നാഷണൽ ഡിഫൻസ് ബോണ്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്പെഷ്യൽ ബിയറർ ബോണ്ട്സ്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് ഇഷ്യൂഡ് അണ്ടർ ഗോൾഡ് ഡെപ്പോസിറ്റ് ഷെയർസ് ഓർ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ദി ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം 2015. ഇതൊന്നും എന്താക്കിയെടുക്കില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷെ ഷെയർസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബോണ്ട്സുകൾ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല.
ഇത്രയാണ് എക്സംഷൻസ്, അതായത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇത്രയും. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്, നെക്സ്റ്റ് വൺ ഈസ് types of capital asset. Okay, there are two types of capital asset: long term capital asset and short term capital asset. First one is long term capital asset. A long term capital asset means capital asset held by an assessee for more than 36 months immediately preceding the date of transfer. അതായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് അസസിയുടെ കയ്യിൽ, അതായത് സെയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് 36 മാസം കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മോർ ദാൻ, അതായത് 36 മാസം അല്ലെങ്കിൽ 36 മാസത്തിന് കൂടുതലോ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് എ സെക്യൂരിറ്റി listed in a recognized stock exchange in India or a unit of an equity oriented fund or a zero coupon bond, a period of 12 months shall be applicable. അതായത് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് 12 മാസം, അതായത് ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഷെയർ ആണെങ്കിൽ അത് 12 മാസം അസസിയുടെ കയ്യിൽ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നു. ഇൻ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീങ് ലാൻഡ് ഓർ ഹൗസ് പ്രോപ്പർട്ടി ഓർ ബിൽഡിംഗ്, ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഈസ് മോർ ദാൻ 24 months ടു ക്വാളിഫൈ ആസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് മൂവ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണെങ്കിൽ, അതായത് ലാൻഡ്, ഹൗസ് പ്രോപ്പർട്ടി, ബിൽഡിങ് അങ്ങനത്തെയൊക്കെ, അതൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 24 months, അതായത് 24 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്തിരിക്കണം? അസസിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് എന്താക്കി കണക്കാക്കത്തുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. Similarly, in case of shares which are not listed on recognized stock exchange in India, the period of holding should be more than 24 months to qualify as long-term capital asset. അതായത് ഇന്നത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ലിസ്റ്റ് ചെയ്യപ്പെട്ട റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഷെയർസിനെയാണ് പറഞ്ഞത്, അങ്ങനത്തെ സെക്യൂരിറ്റീസിനെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസുകൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ചെയ്താണോ ഇല്ലാത്തതാണോ എന്ന് പറയും. അപ്പൊ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസുകൾ ഉണ്ടെങ്കിൽ അത് 24 മാസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഹോൾഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ 24 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്തിരിക്കണം? ഹോൾഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. അല്ലെങ്കിൽ അത് എന്തായി മാറുന്നു? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് മാറുന്നു. Next one is short-term capital asset. Okay, short-term capital asset means a capital asset held by an assessee for not more than 36 months immediately preceding the date of transfer. സെയിൽ ചെയ്യുന്നതിന് മുമ്പ് 36 മാസത്തിൽ കുറവായിട്ട് അസസിയുടെ കയ്യിൽ ഹോൾഡ് ചെയ്താൽ ആ അസറ്റിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോങ് ടേം. 36 മാസത്തിൽ കൂടുതൽ വേണം ലോങ് ടേം. 36 മാസത്തിന് കുറവ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറുന്നു. ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് എ സെക്യൂരിറ്റി ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഓർ എ യൂണിറ്റ് ഓഫ് എ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ സീറോ കൂപ്പൺ ഫണ്ട്, എ പീരീഡ് ഓഫ് 12 months ഷാൽ ബി ആപ്ലിക്കബിൾ. ഓക്കെ, ഇവിടെ പറയുന്നത് 12 months ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ, അതായത് ലെസ് ദാൻ 12 months ആയിരിക്കാം, അല്ലെങ്കിൽ 12 months മാക്സിമം. ഓക്കെ, 12 months ആയിരിക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. എന്ത് ചെയ്തിരിക്കണം? ഈ 12 months അല്ലെങ്കിൽ ലെസ് ദാൻ 12 months ഹോൾഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീങ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ഹൗസ് പ്രോപ്പർട്ടി, ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഈസ് നോട്ട് മോർ ദാൻ 24 months ടു ക്വാളിഫൈ ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അതായത് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ ഓൾറെഡി പറഞ്ഞു മോർ ദാൻ 24 months വേണം എന്ത്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്.
ഓക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് മോർ ദാൻ 24 months ആയിരിക്കണം. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം, ലെസ് ദാൻ 24 months ഹോൾഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കി കണക്കാക്കത്തുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. Similarly, in case of unlisted shares, the period of holding is not more than 24 months to qualify as short term capital asset. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ അൺലിസ്റ്റഡ് ഷെയർസിന്റെ കേസിൽ, അതായത് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസുകൾ 24 മാസത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. ഏറ്റവും കുറവായിട്ട് വേണം. അതായത് 24 മാസത്തിൽ കുറവ് ഹോൾഡ് ചെയ്താൽ നമ്മൾ അത് എന്താക്കി കണക്കാക്കുന്നു, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഈ 2 കേസും നമ്മൾ പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഇൻക്ലൂഡ് സെയിൽ, എക്സ്ചേഞ്ച്, റീലിംഗ്വിഷ്മെന്റ് ഓഫ് അസറ്റ്. ഓക്കെ, റീലിംഗ്വിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ കൈവിടുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ഓഫ് എനി റൈറ്റ് therein, compulsory acquisition or conversion of asset into stock in trade or conversion of business into limited company, any transaction involving transfer of possession or possession of any immovable property as per Transfer of Property Act. ഇതൊക്കെയാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ആവാം, എക്സ്ചേഞ്ച് ആവാം, എക്സിക്യൂഷൻ ഓഫ് എനി റൈറ്റ് ആവാം, പിന്നെ കമ്പൽസറി അക്വിസിഷൻ ഇൻക്ലൂഡ് ചെയ്യാം, പിന്നെ ഒരു അസറ്റ് സ്റ്റോക്ക് ആൻഡ് ട്രേഡിലേക്ക് ഷെയർസിലേക്കൊക്കെ കൺവേർഷൻ നടത്താം, ഒരു ബിസിനസ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, പിന്നെ എന്താണ് ഏതെങ്കിലും ഒരു പൊസിഷൻ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ പൊസിഷൻസ് കൈമാറുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നതാവാം. ഇതൊക്കെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Okay, next one is short-term capital gain and long-term capital gain. The capital gain on the transfer of short-term capital asset is called short-term capital gain, and capital gain on the transfer of long-term capital asset is called long-term capital gain. Short-term capital asset ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, ലോങ്-ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ ലോങ്-ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും നമ്മൾ വിളിക്കുന്നു. When a depreciable asset is transferred, it is always result in short-term capital gain or loss, irrespective of the period for which it is held by the assessee. അതായത് നമ്മൾ ആ കേസിൽ, അതായത് ഡിപ്രിഷ്യബിൾ അസറ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താക്കിയായിരിക്കും കണക്കാക്കുന്നത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അവിടെ റിസൾട്ടായിട്ട് വരുന്നത്. അതൊരിക്കലും നമ്മൾ ലോങ് ടേം, അതായത് കുറേ മാസത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, മോർ ദാൻ 36 months യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്തായിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായിട്ടേ നമ്മൾ കണക്കാക്കുകയുള്ളൂ. അപ്പം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ലോസോ ആയിരിക്കും അതിന് പ്രതിഫലമായിട്ട് കിട്ടുന്നത്.